Hello guys, welcome back to my channel Journey Through Abhi. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആർക്കൊക്കെ പഠിക്കാം ഈ ഒരു കോഴ്സ് എന്ന രീതിയിൽ തന്നെ എങ്ങനെയൊക്കെ പഠിക്കാം ആർക്കൊക്കെ പഠിക്കാം. ഈ കോഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് പല സ്റ്റുഡൻസിനുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ചിലവർക്ക് പ്രോഗ്രാമിങ്ങിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലവർക്ക് ജസ്റ്റ് ബേസിക് നോളേജ് മാത്രമേ ഉണ്ടാവും, ഒരു ലൂപ്പ് എന്താ അറിയണ്ട അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയുന്നവർ, ചിലവർക്ക് ഒട്ടും അറിയാണ്ട് ഈ വീഡിയോ വന്ന് കാണുന്നവരുണ്ടാവും. പിന്നെ ചിലവരെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് അത്യാവശ്യം പഠിച്ച് ഇതിൻ്റെ അഡ്വാൻസ് ലെവലൊന്ന് നോക്കാം എന്ന രീതിയിൽ വരുന്നവരുണ്ടാവും. സോ ഈ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്, ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ട്യൂട്ടോറിയൽ. ഈ കോഴ്സ് എന്ന് പറയുന്നത് ചിലവർക്ക് ഭയങ്കര സിമ്പിളും, ചിലവർക്ക് ഭയങ്കര ഹാർഡും, ചിലവർക്ക് ഭയങ്കര സ്ലോ ആയിട്ട്, ചിലവർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ടും ഒക്കെ തോന്നാം. ഈ ട്യൂട്ടോറിയൽ ഞാൻ മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയില്ല, എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ട്യൂട്ടോറിയൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ രീതിയിൽ ഓരോ ഒക്കെ തോന്നിയിരിക്കുന്നത്. ഈ കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ പെർഫെക്റ്റ് ആവാം എന്ന് നോക്കാം. ഈ കോഴ്സ് ചില ഹാർഡായിട്ടുള്ളവർക്ക് എന്താ പറയുക പെർഫെക്റ്റ് ആകേണ്ട ഒരു വഴി എന്ന് വെച്ചാൽ ഒന്നും കൂടി റീവാച്ച് ചെയ്യുക. വീഡിയോസിൽ രണ്ടാമത് റിപ്പീറ്റായി കാണുക, മൂന്നാമത് റിപ്പീറ്റായി കാണുക, അങ്ങനെ റീവാച്ച് ചെയ്തവർക്കാണ് കുറച്ചും കൂടി സിമ്പിളായി തോന്നുന്നത്. കാരണം കുറച്ചും കൂടി ഹാർഡായി തോന്നുന്നവർ എന്താ പറയുക ചില ട്യൂട്ടോറിയൽ ചില സെക്ഷൻസ് പാർട്ടെല്ലാം നിങ്ങൾക്ക് ഹാർഡായി തോന്നുന്നുണ്ടെങ്കിൽ അത് റീവാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേഗം ഒന്ന് കണ്ടെടുത്ത് അല്ലെങ്കിൽ അടുത്ത ലെക്ചറിലേക്കോ ഈ കാര്യം എനിക്ക് അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ നോളജ് ഉണ്ട് എന്നാണെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ സ്ലോ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 2x ഇട്ട് അല്ലെങ്കിൽ 1.5 ഒന്ന് ഫാസ്റ്റായിട്ട് കേൾക്കുക. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചും കൂടി ഫാസ്റ്റായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 0.5 അത്രയിലോട്ട് സ്ലോ ആയിട്ട് കേൾക്കുക. അതാണ് വേറൊരു ടിപ്പായിട്ട് പറയാനുള്ളത്. പിന്നെ എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ട് ചിലവർക്ക് മനസ്സിലാവുന്നില്ല, ഇതിൽ കൂടുതൽ സംശയം ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ. കമൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും കമൻറ്റ് ചെയ്ത ഡൗട്ടുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കുറച്ച് മനസ്സിലായവരുണ്ടാവും, അവരൊന്നിക്ക് റീപ്ലൈ തരും. സോ എല്ലാവരും അങ്ങോട്ട് പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഈ ട്യൂട്ടോറിയൽ നല്ല വിജയമാക്കി തീർക്കാം. പിന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1-2 വീഡിയോ കണ്ട് ഈ വീഡിയോ ട്യൂട്ടോറിയൽ മോശമാണ് അങ്ങനെ പറഞ്ഞ് നിൽക്കാണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കപ്പിൾ ഓഫ് വീഡിയോ കാണാം, എന്നിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഈ ട്യൂട്ടോറിയൽ ഒന്ന് വിലയിരുത്തുക. അല്ലാതെ 2 വീഡിയോ കണ്ട് ഇതെനിക്ക് ഓക്കെ ആകുന്നില്ല, എനിക്ക് ഹാർഡാണ്, ഭയങ്കര ഈസിയാണ്, ഭയങ്കര സിമ്പിളാണ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ട്യൂട്ടോറിയൽ ഉണ്ടാക്കിയത്. സോ എല്ലാവർക്കും പല രീതിയിൽ പല ഇതിലേക്ക് ചിന്തിക്കുക. സോ ആദ്യമേ ഇതാക്കാണ്ട് കുറച്ച് വീഡിയോസ് കാണാം, ദെൻ ഇതാക്കുക, അതിനെപ്പറ്റിയൊരു വിലയിരുത്തുക. പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കോഡ് ചെയ്യാൻ നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കോഡ് ചെയ്യാണ്ട് ജസ്റ്റ് കാണുക മാത്രമേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 0 ജാവാസ്ക്രിപ്റ്റ് സ്കില്ലാണ്ടാവും. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് കണ്ടത് കൊണ്ട് മാത്രം ഒരു പ്രോഗ്രാം ജാവാസ്ക്രിപ്റ്റ് എന്നല്ല ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് എന്താണോ അതൊന്നിക്ക് കാണുക, എന്നുവെച്ചാൽ അതുപോലെ ചെയ്യാൻ ശ്രമിക്കണം. വീഡിയോ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക. ഞാൻ കോഡ് ചെയ്തിട്ടുണ്ടാവില്ല, ആ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ആ വീഡിയോ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ അത് എന്താണോ കണ്ടിട്ടുള്ളത് ആ പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇത് എൻ്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്ത് പോകുക, ടൈം എടുത്ത് കാണുക. കാരണം അല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് കണ്ടിരുന്ന് ഓക്കെ ഇതെനിക്ക് മനസ്സിലായി ആ ടൈം തോന്നും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നും. കാരണം എനിക്കൊക്കെ പറ്റിയ പണ്ട് ഉള്ള അബദ്ധമായിരുന്നു. സോ എൻ്റെ കൂടെ തന്നെ ചെയ്ത് പോവുക. അപ്പോൾ എന്നാലും നിങ്ങളൊരു എന്താ പറയുക ഒരു പ്രോഗ്രാമിങ് പഠിക്കും, അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇതിലൊരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സോ എൻ്റെ കൂടെ തന്നെ കോഡ് ചെയ്ത് പോവുക. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കോഡിങ് ചാലഞ്ചസും പിന്നെ അസൈൻമെൻറ്റ്സും ഒക്കെ തരും. സോ അസൈൻമെൻറ്റ്സൊക്കെ വൃത്തിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക, അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക. എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങൾ ഒന്നിക്ക് 1 ഇയർ കഴിഞ്ഞിട്ടോ 2 ഇയർ കഴിഞ്ഞിട്ടോ വീഡിയോ കാണുന്നെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുക. ഓൾറെഡി കമൻറ്റ് ചെയ്തവരുടെ ആൻസർ നോക്കി കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത്, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്നിപ്പോൾ പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും, ചിലവർ ഒരേ മെത്തേഡ് ഉണ്ടാവും, എല്ലാവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആവും. സോ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അസൈൻമെൻറ്റ്സ് ആയാലും വീഡിയോസ് ആയാലും ഞാൻ ഓരോ വീഡിയോൻ്റെ ഇടയിലും ഡിസ്ക്രിപ്ഷനിൽ അസൈൻമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതാണ്. അതുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ തന്നെ പറയുകയും ചെയ്യും. പിന്നെ ചില കോഡിങ് ചാലഞ്ചസ് ഉണ്ടാകും. കോഡിങ് ചാലഞ്ചസ് നിങ്ങൾ മാക്സിമം കമൻറ്റിൽ തന്നെ ഇടുക, കോഡിങ് ചാലഞ്ച് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് വൃത്തി വേണോ ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ചില പോയിൻറ്റ്സിൻ്റെ സിൻറ്റാക്സ് എഴുതി കൊടുക്കുക, ചിലതിൻ്റെ കോൺസെപ്റ്റ് എഴുതി കൊടുക്കുക, ചിലതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ഒന്ന് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെക്കുക. അത് മലയാളമാകാം, ഇംഗ്ലീഷ് ആവാം, ബംഗ്ലീഷ് ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ഏതാണോ വേണ്ടത് ആ രീതിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പിന്നീട് എടുത്തു വെച്ചാൽ പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് തിരിയണം. അല്ലാണ്ട് കഥ പോലെ ഏതൊന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകുന്ന രീതിയിലുള്ള രീതി. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും
സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു ഓവർവെൽംഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇത് 100% ഓക്കെയാണ്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാത്തത് ഓക്കെ, അത് ആദ്യം തന്നെ ഒന്നും മനസ്സിലാവില്ല. ബിഗിനിങ് സ്റ്റേജിൽ ആയിരിക്കും ഫസ്റ്റ് തന്നെ ഒന്നും മനസ്സിലാവില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആയിരിക്കും. ഇതെന്താ പറയുന്നത്, എങ്ങനെ സംഭവം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും എന്താ പറയുക, ഈ കോഡിങ് എനിക്ക് പറ്റിയതല്ല, എനിക്ക് പറ്റുന്ന ഫീൽഡല്ല. എല്ലാവർക്കും പറ്റുന്ന ഫീൽഡ് തന്നെ കോഡിങ്. ജസ്റ്റ് എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ കോഡിങ്. സോ നിങ്ങൾക്ക് എന്തായിട്ട് 100% പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ബിഗിനർ ആണെങ്കിൽ കൂടി ഞാൻ പറയുന്ന പോലെ ട്രൈ ഔട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നതിന് പുറമെ എക്സ്ട്രാ ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നുപോലെ മാത്രമേ നിങ്ങൾക്ക് എന്താ 100% ഓക്കെ ആവും. ആദ്യം തന്നെ ബിഗിനിങ് സ്റ്റേജിൽ, ഇപ്പോഴും പറയാം, ആദ്യം ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ക്രിയേറ്റിവിറ്റികൾ മാത്രമാണ് ആദ്യമായിട്ട് പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നതെങ്കിൽ. ഇത് കണ്ടോ, ഈ രണ്ട് പിക്ചേഴ്സിലും ആദ്യത്തെ വെച്ചാൽ ഒരു കോഡ് വർക്ക് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അത് സാധാരണ ഒരു ബിഗിനിങ് സ്റ്റേജിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ നിങ്ങളൊരു അത്യാവശ്യം പഠിച്ച് കഴിഞ്ഞ് എന്നിട്ടും നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ പിക്ചറിലൊരു അവസ്ഥയാണെങ്കിൽ, കോഡ് വർക്കായി പക്ഷേ എനിക്കൊരു ഐഡിയ അതിനെപ്പറ്റി ഇല്ല എന്നാണെങ്കിൽ, നിങ്ങൾ ഇത്രയും നാളും പഠിച്ച ഭയങ്കര സീറോ ഇതാണ്. കാരണം കോഡിങ് വർക്കായിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ, എങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ചക്കയിട്ടപ്പോൾ മുയൽ ചത്തു എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ. സോ എല്ലാവരും മനസ്സിലാക്കുക കോഡ് എങ്ങനെ വർക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം കോഡിങ് എന്താ പറയുക മനസ്സിലാക്കി ചെയ്യുക. അത് തെറ്റിയാലും പ്രശ്നമില്ല. ഇതുപോലെ കോഡ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ പ്രശ്നം, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ടും കോഡ് വർക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ മിസ്റ്റേക്സ് എന്നാണ് പഠിച്ച് തുടങ്ങുന്നത്. സോ എല്ലാവരും റെഡി ടു മേക്ക് എ മിസ്റ്റേക്ക്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പിൽ ഇപ്പോൾ നോട്ടൊക്കെ നിങ്ങൾ ചെറിയ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. ആ നോട്ട് നോക്കുക, നിങ്ങൾ ചെയ്ത പ്രോഗ്രാം നോക്കുക, അത്യാവശ്യം മനസ്സിലായി എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ഡേയിലെ സെക്ഷനിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ മാത്രം മുന്നോട്ടേക്ക് പോവുക. പിന്നെ ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എനിക്കോ അല്ലെങ്കിൽ കമൻറ്റോ ചെയ്യുക. എന്താ ഈ ഒരു സംഭവത്തിൽ ഡൗട്ട് ഉണ്ട്, അതൊന്നും കൂടി പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് ചെയ്യുക. അല്ലെ പേഴ്സണലി പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള ഡൗട്ടാണെങ്കിൽ അത് വീഡിയോ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലത്. കാരണം എല്ലാവർക്കും അതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതൊന്നും കൂടി കുറച്ചും കൂടി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. ജസ്റ്റ് ചെറിയൊരു ഭാഗം മാത്രമുള്ളതെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, ഞാൻ വിൻഡോസിലാണ് ട്രൈ ചെയ്തിട്ടില്ല. സോ ഇതൊന്നൊക്കെ മാക്കിലും ലിനക്സിലും ഉള്ളവർക്ക് ചെറിയ രീതിയിൽ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് കോഡ് മനസ്സിലാകാൻ നോർമലായി പറ്റില്ല. നിങ്ങൾക്ക് അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ചെറിയ വേരിയേഷൻ കൊണ്ടാവാം. കാരണം ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചില കമാൻഡ്സ് ഇതൊന്നും വർക്ക് ചെയ്തില്ല, അതിൻ്റെ ഒരു ഇതാവുക. സോ ഞാൻ ചെയ്ത വിൻഡോസിൻ്റെ എൻ്റെ സെയിം കോഡാണ് നിങ്ങൾ ചെയ്തതെങ്കിലും ചില സമയം നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടായേക്കാം. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മെയിൻലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫണ്ണായിരിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷിച്ചിരിക്കുക. കാരണം നിങ്ങൾ സ്ട്രെസ്സ് പിടിച്ച് ഒരിക്കലും ഒരു വർക്ക് പഠിക്കാനോ ഇന്നത്തേക്ക് ഇത്ര കണ്ടു തീർത്തോ, പക്ഷേ സ്ട്രെസ്ഡ് ആയിരിക്കുമല്ലോ, കുറച്ച് ഫണ്ണായിട്ടിരിക്കണം. ഈ വീഡിയോയിലെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ ഉണ്ടാക്കുകയായിരുന്നു. സോ നിങ്ങൾ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിർത്തുക. എന്നിട്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക. 5 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇരിക്കുക. അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുക ഇതുപോലെ ആയിപ്പോൾ ഉള്ളിൽ ഫണ്ണാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഫ്രസ്ട്രേറ്റ് അടിക്കാനും മുഖത്തിൽ ഇത് കണ്ട ഫണ്ണിൽ അയാൾ ഇരിക്കുന്നവരോ, പക്ഷേ അയാൾ ഇത് നോക്കിയാൽ അതുപോലെ നമ്മളും ആയിപ്പോയത്. സോ നിങ്ങൾ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എണീക്കുക, റിലാക്സ് ചെയ്യുക, വരിക. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദെൻ അടുത്ത സെക്ഷനിൽ നമുക്ക് VS Code ഇൻസ്റ്റാളേഷൻ കാണിക്കാം അടുത്ത വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.